Praise the Lord, 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 praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. ചില ദിവസങ്ങൾക്ക് ശേഷം നാം വീണ്ടും കണ്ടുമുട്ടുകയാണ് അല്ലേ? കൂട്ടിമുട്ടുകയല്ല, കണ്ടുമുട്ടുകയാണ്. ഹല്ലേലൂയ. ഞാനൊരു വലിയ യാത്ര കഴിഞ്ഞ് ഏകദേശം 1.5 മാസത്തിന് ശേഷം വീട്ടിൽ വന്നതാണ്. ഇടയ്ക്ക് ഒരു ദിവസം അങ്ങോട്ട് സംസാരിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഒറീസയിലായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത, ഓർക്കാത്ത ചില സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഓർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. ഫെയ്ത്ത് ടുഡേയുടെ ഈ പ്രോഗ്രാമിലേക്ക് യേശുവിൻ്റെ കൂടെ നാം ആരാണ്? നാം യേശുവിൻ്റെ വിശ്വാസികളാണ്. കത്തോലിക്കരുണ്ട്, പ്രൊട്ടസ്റ്റന്റുകാരുണ്ട്, പെന്തിക്കോസുകാരുണ്ട്, നോൺ പെന്തിക്കോസുകാരുണ്ട്, ബ്രദറുകാരുണ്ട്, ബാപ്റ്റിസ്റ്റുകാരുണ്ട്, ക്രിസ്ത്യാനികളല്ലാത്ത ചിലർ വരെയുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. ഇന്നത്തെ എൻ്റെ സംസാരം ഹല്ലേലൂയ, തമിഴിലെ സംസാരമല്ല, മലയാളത്തിലെ സംസാരം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ സന്ദേശം ഇവിടെ ആരംഭിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 60 മിനിറ്റ്, അതിന് 4 ഭാഗങ്ങളുണ്ട്. അതിനകത്തെ ഭാഗം 1 പ്രാർത്ഥന, നല്ല ഒരു പാട്ട്, പഴയ ഒരു പാട്ട് അല്ലേ, നല്ലതായിരുന്നു, വളരെ നന്നായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ ഭാഗം ഒരു കോട്ടബിൾ കോട്ട്, ഉദ്ധരിക്കാൻ കൊള്ളാവുന്ന ഒരു ഉദ്ധരണി. പറഞ്ഞത് ഹെൻറി ഫോർഡ്. ആരാണ് ഹെൻറി ഫോർഡ്? ആദ്യത്തെ കാർ ഉണ്ടാക്കിയ മനുഷ്യൻ, നല്ല വിശ്വാസിയായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: വെൻ എവറിത്തിങ് സീംസ് ടു ബി ഗോയിങ് അഗൻസ്റ്റ് യു, റിമെമ്പർ ദാറ്റ് ദ എയർപ്ലെയിൻ ടേക്സ് ഓഫ് അഗൻസ്റ്റ് ദ വിൻഡ്, നോട്ട് വിത്ത് ഇറ്റ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ മലയാളത്തിൽ, സകലതും നിങ്ങൾക്കെതിരാണെന്ന് വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഒരു വിമാനം പറന്നുയരുന്നത് കാറ്റിനോടൊപ്പമല്ല, കാറ്റിനെതിരായിട്ടാണ്. അതുകൊണ്ട് നമ്മളും ജീവിതത്തിനകത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് കർത്താവിലുള്ള വിശ്വാസത്തോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മളും അത് നേടിയെടുക്കണം. നമ്മൾ യുദ്ധം ചെയ്ത് നേടിയെടുക്കണം. ഒരു വിജയവും യുദ്ധമില്ലാതെ നടക്കുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്ത്യയിലെ പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് 3 യുദ്ധം നടന്നു. ഏതൊക്കെയാണ്? ഒന്ന്, ചൈന യുദ്ധം. നമുക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല. നമ്മുടെ പട്ടാളക്കാരൊക്കെ കാര്യമായിട്ട് യുദ്ധം ചെയ്തെങ്കിലും ചില കാര്യങ്ങളുണ്ടായിരുന്നു. ചൈനക്കാരും മുകളിലും നമ്മൾ താഴ്ന്ന പ്രദേശത്തും, മുകളിൽ നിൽക്കുന്നവർക്കാണ് കുറച്ചുകൂടെ യുദ്ധം ചെയ്യാൻ എളുപ്പം. 2, കാലാവസ്ഥ മോശമായിരുന്നു, നല്ല തണുപ്പ് സമയമായിരുന്നു. അപ്പോൾ അവർക്ക് തണുപ്പ് പരിചയമുണ്ട്, നമുക്ക് പരിചയമില്ല, നമ്മുടെ പട്ടാളക്കാർക്ക് പരിചയമില്ല. അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമുണ്ടായി. രണ്ടാമത്തെ യുദ്ധം പാകിസ്ഥാനുമായിട്ടായിരുന്നു. പാകിസ്ഥാനെ അടിയറ തറപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അന്ന് ഞാൻ യുദ്ധത്തിനകത്ത് ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. എനിക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ സ്റ്റോറിലായിരുന്നു. മൂന്നാമത്, യുദ്ധമില്ലാതെ ഒരു ജയം ഉണ്ടായി. എവിടെയാണ്? ഗോവയുടെ. അതിന് നമുക്ക് ജയമെന്ന് പറയാനൊക്കത്തില്ല, കാരണം യുദ്ധം ചെയ്തില്ല. മറ്റേത് രണ്ടും നല്ലതുപോലെ യുദ്ധം ചെയ്തു. ഹല്ലേലൂയ. അപ്പം നമ്മളും ക്രിസ്തീയ ജീവിതത്തിനകത്ത് നമ്മൾ യുദ്ധം ചെയ്യണം. എൻ്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ പറ്റി പറയട്ടെ. ഹല്ലേലൂയ. ഞാനില്ലേയും 2 സ്ഥലത്തു നിന്നും ഭുവനേശ്വർ, ഒറീസയുടെ തലസ്ഥാനത്തെത്തി. വൈകുന്നേരം നേരെ ഹോട്ടലിലേക്ക് പോയി. ചൊവ്വ ബുധൻ 2 ദിവസം ഭുവനേശ്വറിലുള്ള നമ്മുടെ 84 സുവിശേഷ വേലക്കാരോടും ചില സഭകളുടെ മൂപ്പന്മാരോടും സംസാരിച്ചു. ഞങ്ങൾ മാറി മാറി സംസാരിച്ചു. ഞാൻ, ലില്ലി, പിന്നെ ഞങ്ങളൊരു സാജൻ വർഗീസ് ഉണ്ടായിരുന്നു, അദ്ദേഹം സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വ്യാഴാഴ്ച, ചൊവ്വ ബുധൻ, വ്യാഴാഴ്ച ഞങ്ങൾ ബാരിപ്പത എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ബാരിപ്പത എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഓസ്ട്രേലിയൻ മിഷണറി, രക്തസാക്ഷിയായി മരിച്ച ഗ്രാം സ്റ്റെയിൻസും ഭാര്യ ഗ്ലാഡീസും അവരുടെ 3 മക്കളും കൂടെ താമസിച്ച കുഷ്ഠരോഗികളെ ചികിത്സിച്ചു. അദ്ദേഹം ഒരുത്തരോടും യേശുവിനെ പറ്റി, ഒരക്രൈസ്തവനോടും യേശുവിനെ പറ്റി പറഞ്ഞില്ല. അദ്ദേഹം പിന്നെ പലയിടത്തും വിശ്വാസികളുടെ കൂട്ടങ്ങളുണ്ടായിരുന്നു. അവിടെ ശനിയാഴ്ച വൈകിട്ട് ചെല്ലും, സുവിശേഷം പ്രസംഗിക്കും, ഞായറാഴ്ച പ്രസംഗിക്കും. അദ്ദേഹത്തിനൊരു ജീപ്പ് ഉണ്ടായിരുന്നു. ആ ജീപ്പിനകത്ത് കിടന്നുറങ്ങും, കാരണം അവർക്ക് ആർക്കും വീടുകളില്ല, ഈ ആളുകൾക്ക് ഒരാളിനെ കൂടെ താമസിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് അദ്ദേഹം ജീപ്പിനകത്ത് തന്നെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് കിടന്നുറങ്ങും. ഞായറാഴ്ച വീണ്ടും പ്രസംഗിച്ചിട്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെ പോയപ്പോഴാണ് ബാരിപ്പാതയിൽ നിന്ന് ഞങ്ങൾ പിന്നെ പോയി. അവിടെ 3 ദിവസം മീറ്റിംഗ് നടന്നു. ഏതൊക്കെയാണ്? വ്യാഴം, വെള്ളി, ശനി. ചില ഗ്രാമങ്ങളിലും നടന്നു. അവിടുത്തെ സുവിശേഷ വേലക്കാരോടും സഭയിലെ മൂപ്പന്മാരോടും സംസാരിച്ചു. ഏകദേശം 900 പേര്. ആരൊക്കെ സംസാരിച്ചു? സാജൻ വർഗീസ്, ലില്ലി, പിന്നെ അലഹബാദി എന്ന് വന്ന മനോജ് മല്ലപ്പള്ളി. ഞാനും സംസാരിച്ചു. ചില 2 ഗ്രാമങ്ങളിലും മീറ്റിംഗ് നടത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ മനോഹർപൂരിലേക്ക് പോയി. ഏതാണ് മനോഹർപൂർ? അവിടെയായിരുന്നു അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തി, തൃശൂലം കൊണ്ട് കുത്തി പിളർന്ന്
അദ്ദേഹത്തിൻ്റെ ശരീരം ജീപ്പിനകത്തോട്ട് എടുത്തെറിഞ്ഞു. എന്നിട്ട് പെട്രോൾ ഒഴിച്ച് അദ്ദേഹത്തെയും തൻ്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൂടെ കൊന്നു കളഞ്ഞു. ഞങ്ങളവിടെ പോയിരുന്നു. നിങ്ങൾക്ക് എൻ്റെ മെസ്സഞ്ചർ എന്ന് പറഞ്ഞ് മാസിക വരുന്നുണ്ടോ? ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് വീണ്ടും എഴുതുന്നതായിരിക്കും. എൻ്റെ വിചാരം മിക്കവാറും ഡിസംബർ മാസത്തിലായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് മെസ്സഞ്ചർ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മാസിക വരുന്നില്ല എങ്കിൽ ഈ നമ്പറിലേക്ക് ഒരു വാട്സപ്പിനകത്ത് മെസ്സഞ്ചർ എന്നെഴുതിയിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് മേൽവിലാസം, പിൻകോഡും ഡിസ്ട്രിക്റ്റും സഹിതം എഴുതാമെങ്കിൽ സൗജന്യമായിട്ട് അയച്ചു തരും. ഞങ്ങളുടെ ഈ മാസിക സൗജന്യമാണ് കേട്ടോ. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ എന്തുമാത്രം യാത്ര ചെയ്യുമെന്നറിയാമോ? ഞാനും ലില്ലിയും ഈ കൂടെ വന്ന സഹോദരന്മാരും ഒത്തിരി യാത്ര ചെയ്തു. ഇന്നലെ തന്നെ ഞായറാഴ്ച ഞങ്ങൾ മനോഹർപൂരിലായിരുന്നു. രാവിലെ 3.5 മണിക്കൂർ യാത്ര ചെയ്തു ജീപ്പിനകത്ത്. കുലുങ്ങി. അത് കഴിഞ്ഞ് വെച്ച് മനോഹർപൂരിൽ നിന്നും ഞങ്ങൾ ഭുവനേശ്വറിലേക്ക് യാത്ര ചെയ്തു 3.5 മണിക്കൂർ. അതും കഴിഞ്ഞും വെച്ച് ഞങ്ങൾ പ്ലെയിനിനകത്ത് കയറി ഇങ്ങോട്ട് വന്നു. നിങ്ങൾ ചോദിച്ചൊക്കെ എന്തിനാ പ്ലെയിനിനകത്ത് വന്നതെന്ന്? മറ്റന്നാൾ വീണ്ടും ഞങ്ങൾക്ക് പോകണം കേട്ടോ. അതുകൊണ്ടാണ് വന്നു. ഇനി മറ്റന്നാൾ ഞങ്ങൾ വീണ്ടും മധ്യപ്രദേശിലെ ഉജ്ജയിനിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിമാനത്തിൽ വന്നത്. ട്രെയിനിനകത്ത് വരാൻ സമയം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തതിനകത്തേക്ക് സന്തോഷമാണ്. ഞങ്ങൾ താമസിക്കാതെ ഡിസംബർ മാസത്തിൽ കേരളത്തിലേക്ക് വരുന്നത് ട്രെയിനിനകത്താണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങളാരും രോഗികളായില്ല. വലിയ കൃപയാണ്. ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എന്താ കാര്യം? നിങ്ങളുടെ പ്രാർത്ഥന. ഇത്രയും പറഞ്ഞത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് മെസ്സഞ്ചർ വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് മെയിൽ വിലാസം അയച്ചു തരിക. ഈ മാസിക അയച്ചു തരാം. അന്നേരം ഈ വാർത്തകളൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വായിക്കാം അവിടുത്തെ പറ്റിയുള്ളത് കേട്ടോ. ഹല്ലേലൂയ. ഈ നമ്പറിലോട്ട് അയച്ചാട്ടെ കേട്ടോ. ഈ കാണുന്ന നമ്പറിലോട്ട് നിങ്ങളുടെ മേൽവിലാസവും മുഴുവനായിട്ട് അയച്ചാട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. കംപ്ലീറ്റ് മേൽവിലാസം ഉണ്ടായിരിക്കണം. പിൻകോഡും ഡിസ്ട്രിക്റ്റും സഹിതം. എങ്കിലേ പോസ്റ്റ് ഓഫീസുകാർ ഞങ്ങളുടെ മാസികകൾ എടുക്കത്തുള്ളൂ. ഇന്നത്തെ എൻ്റെ വിഷയം, നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ട് പ്രവർത്തനം നിർത്തരുത്. പലതും നമുക്കെതിരായിട്ട് വന്നെന്ന് വരാം. രോഗം വന്നെന്ന് വരാം, കഷ്ടം വന്നെന്ന് വരാം, നഷ്ടം വന്നെന്ന് വരാം. പക്ഷേ ഇതൊക്കെ അല്പകാലത്തേക്ക് മാത്രമാണ് കേട്ടോ. കുറച്ച് കാലത്തേക്ക് മാത്രമാണ്. അതിനപ്പുറത്ത് ഒരു അനുഗ്രഹം നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആരാണ്? ഒരു ദൈവവേലക്കാരൻ ആരാണ്? ഒരു ദൈവവിശ്വാസി ആരാണ്? വേലക്കാരൻ മാത്രമല്ല, ഒരു വിശ്വാസി. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ വേലക്കാരാണ്. ഞാൻ എൻ്റെ സുവിശേഷ വേലക്കാർക്ക് ഇട്ടിരുന്ന പേര് ലോർഡ്സ് ലേബറേഴ്സ് എന്നായിരുന്നു. ദൈവത്തിൻ്റെ വേലക്കാരൻ, ലേബറർ അല്ലെ, ഉദ്യോഗസ്ഥനല്ല, ലേബറർ. സൂപ്പർവൈസർ അല്ല, വേലക്കാരൻ. എല്ലാ വിശ്വാസിയും ദൈവവേലക്കാരനാണ്. നമ്മളെല്ലാവരും കർത്താവിൻ്റെ വേല ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. ഒന്ന് ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ നാട്ടിൽ ചെയ്യണം, എന്തെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യണം. ഞങ്ങളുടെ സുവിശേഷ വേലക്കാർക്ക് വരുന്ന ഫണ്ട് പോലും ഞങ്ങൾ ഇട്ടിരുന്ന ഹെഡ്, അത് അക്കൗണ്ട് എഴുതുന്നവർക്ക് മനസ്സിലാകത്തുള്ളൂ, അത് LLF എന്നായിരുന്നു. എന്താണ്? ലോർഡ്സ് ലേബറേഴ്സ് ഫണ്ട്. ഇപ്പോഴും അല്ല, ഫണ്ട് തുടങ്ങിയ കാലം മുതൽ, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം തുടങ്ങിയ കാലം മുതൽ അങ്ങനെയായിരുന്നു. ലോർഡ്സ് ലേബറേഴ്സ് ഫണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും പറയണം, ഞാൻ ദൈവത്തിൻ്റെ വേലക്കാരനാണ്. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് ചില തീരുമാനങ്ങൾ എടുക്കാം കേട്ടോ. സാധാരണ ഡിസംബർ 31-ാം തീയതിയാണ് പലരും തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന സമയത്തെല്ലാം ഞാൻ തീരുമാനങ്ങൾ എടുക്കും. റെസൊല്യൂഷൻസ് എന്ന് പറയാം. തീരുമാനങ്ങൾ കേട്ടോ. തീരുമാനങ്ങൾ എടുക്കാം. ഹല്ലേലൂയ. കാരണം നമ്മൾ ഇന്ന് പറയുന്നതാണ് നമ്മളായിത്തീരുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്തായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ പറയണം. ഇതാ ഒന്നാമത്തെ കാര്യം. നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങളുടെ മുൻഗണന എന്താണ്? ഏതെങ്കിലും മുൻഗണന തെറ്റിക്കിടക്കുകയാണെങ്കിൽ നമുക്കിന്ന് അത് കറക്റ്റ് ചെയ്യാം. പലതിനും മുൻഗണനയുണ്ടല്ലേ. കുടുംബ പ്രാർത്ഥന ഒരു മുൻഗണനയാണ്. പഴയ കാലത്ത് ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചോറ് വിളമ്പത്തുള്ളായിരുന്നു. പിന്നെ ശല്യമില്ലല്ലോ. ചോറുണ്ട് കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ആരും പോയി കിടന്നുറങ്ങത്തില്ല. അപ്പം നമുക്കൊരു മുൻഗണന വേണം. പലതിനും മുൻഗണന വേണം അല്ലേ. കുടുംബജീവിതത്തിന് മുൻഗണന വേണം, ബിസിനസ്സിനകത്ത് മുൻഗണന വേണം, ആരാധനയ്ക്ക് മുൻഗണന വേണം, സകലത്തിനും മുൻഗണന വേണം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ മുൻഗണനകളെല്ലാം ശരിയാണോ? എഴുതുന്നുണ്ടോ? എഴുതിയെടുക്കണം. രണ്ടാമത്തെ കാര്യം, ഞാൻ ചെയ്യുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണോ അതോ അർജൻ്റ് ആണോ? തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലത് അർജൻ്റ് ആയിരിക്കത്തില്ല, ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് മാറ്റി വെച്ചിട്ട് അർജൻ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യണം. ഇമ്പോർട്ടൻറ്റിന് വേണമെങ്കിൽ സമയം കൊടുത്താലും കുഴപ്പമില്ല. ഉദാഹരണത്തിന്, എനിക്ക് ട്രെയിനിനകത്ത് കയറണം അല്ലേ, മറ്റന്നാൾ എനിക്ക് ട്രെയിനിനകത്ത് പോകണം, ഉജ്ജയിനിലേക്ക് പോകണം. അതിന് എത്ര മണിക്ക് ഇറങ്ങണം? അർജൻ്റ് എന്നുള്ളത് പിന്നെ മാറ്റി വെക്കാം. ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇംഗ്ലീഷിനകത്ത് ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് അർജൻ്റാണ്. പക്ഷേ അത് ഞാൻ ഇനിയും ഉജ്ജയിനിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ.
എൻ്റെ പ്രയോറിറ്റി എനിക്ക് ഉജ്ജയിനിലേക്ക് പോകാനായിട്ട് മെസ്സേജെല്ലാം തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അർജൻറ്റ്. ഇമ്പോർട്ടൻ്റ് സമയം എടുത്ത് ചെയ്താലും കുഴപ്പമില്ല. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ ഡെസ്റ്റിനി, എൻ്റെ ഭാവിയിൽ ഞാൻ എന്തായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെ എത്തിച്ചേരാനാണോ ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിചാരിച്ചാട്ടെ എനിക്ക് 100 പുസ്തകം എഴുതണം. എൻ്റെ ഒരു തീരുമാനമാണ്. പുസ്തകം എഴുതുന്നതിന് പ്രയാസമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇന്ന് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ പ്രയാസം കൊണ്ടാണ്. അല്ലേ, 84-ാമത്തെയോ 85-ാമത്തെ പുസ്തകം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. 100 എഴുതുന്ന പ്രയാസമല്ല. പക്ഷേ അത് ഞാൻ ചെയ്യുന്നതിന് വേണ്ടിയാണോ ഇന്ന് പ്രവർത്തിക്കുന്നത്? പുസ്തകം എഴുതിയില്ലെങ്കിലാണ് ആ കാര്യം നടക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളധികം പേര് സുവിശേഷ വേലക്കാരാണ്, അല്ലേ? സുവിശേഷ വേലക്കാർ പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങൾക്ക് ആത്മാവിനെ തരണമേ, കർത്താവേ ഞങ്ങൾക്ക് ആത്മാവിനെ തരണമേ, കർത്താവേ. ആത്മാവിനെ കിട്ടാനായിട്ട് എന്തോ ചെയ്തു. ഇന്നെന്തോ ചെയ്തു? ഇന്നലെ എന്തോ ചെയ്തു? ഈ ആഴ്ചയിൽ എന്ത് ചെയ്തു? ഞാനിങ്ങനെ സുവിശേഷ വേലക്കാർക്ക് ക്ലാസ് എടുക്കാൻ പറയും. അവർ പലയിടത്തു നിന്ന് വന്നാണല്ലോ. നിങ്ങൾ വന്നപ്പോൾ ആർക്കെങ്കിലും ഒരു ട്രാക്റ്റ് കൊടുത്തോ? എത്ര പേരുടെ സഞ്ചിക്കകത്ത്, അല്ലെങ്കിൽ ബാഗിനകത്ത്, അല്ലെങ്കിൽ ബാക്ക് പാക്കിനകത്ത് ട്രാക്റ്റ് ഉണ്ട്? നിങ്ങൾ വിതയ്ക്കാതെ എങ്ങനെയാ കുഞ്ഞെ കൊയ്യുന്നത്? അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനി എന്താണോ, എനിക്ക് ആത്മാക്കളെ നേടണം, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ആ സ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അടുത്ത 5 വർഷത്തിനകത്ത്, അടുത്ത 10 വർഷത്തിനകത്ത്? എനിക്കിപ്പോൾ 84 വയസ്സായി. 100 വയസ്സാകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഇപ്പോഴേ പ്രവർത്തിച്ചു തുടങ്ങണം. കേട്ടോ, പ്രവർത്തിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. അടുത്തത്, ഞാൻ ഇന്ന് എന്തെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും എൻ്റെ ആക്ഷനോ ആക്ടിവിറ്റിയോ മാറ്റണമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറയുന്നത് എൻ്റെ കാര്യത്തിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഒരാഴ്ച നടക്കാൻ പോയില്ല. അപ്പോൾ എനിക്ക് പറ്റിയ തെറ്റാണ്. കാരണം അങ്ങനെയല്ല, ഞാൻ രാവിലെ 7 മണിക്ക് പോകണം. 2 3 മീറ്റിംഗ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട്, ഇന്നലെ വന്നത് വളരെ ക്ഷീണിച്ചായിരുന്നു. ഇന്നും എനിക്ക് വളരെ ക്ഷീണമുണ്ട്. എൻ്റെ ശരീരത്തിന് വേദനയുണ്ട്. കാരണം ജീപ്പിനകത്തിരുന്ന് കുടുങ്ങി എനിക്കുണ്ട്, ലില്ലിക്കുണ്ട്. എന്നിട്ട് ഞാൻ രാവിലെ നടക്കാൻ പോയി. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തണം. എൻ്റെ ആക്ഷനോ ആക്ടിവിറ്റിക്കോ വ്യത്യാസം വരുത്തണോ, ചിന്തിക്കണം. ഹല്ലേലൂയ. അടുത്തത് റീഎസ്റ്റാബ്ലിഷ് മൈ ഗോൾസ്. നമ്മളുടെ ലക്ഷ്യം മാറ്റിയെടുക്കണോ, അല്ലേ? എന്തെങ്കിലും മാറ്റണോ, ക്യാൻസൽ ചെയ്യണമോ, പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണമോ, അല്ലേ? എന്തെങ്കിലും ക്യാൻസൽ ചെയ്യണം, അല്ലേ? എന്ത് പറയാനൊക്കും? എനിക്കിപ്പോൾ എൻ്റെ ഗോളിനകത്ത് എനിക്ക് മാറ്റാനില്ല. അതുകൊണ്ട് എനിക്ക് ഉദാഹരണം പറയാൻ ഒക്കുന്നില്ല. വിചാരിച്ചോ, എനിക്കൊരു ഗോൾ കൂടെ ഉണ്ട്. എന്തുവാ, പറയാം. എനിക്ക് രാജസ്ഥാനിൽ നിന്ന്, ഗുജറാത്തിൽ നിന്നും കൽക്കട്ടായി വരെ യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് മാറ്റി. കാരണം എനിക്കത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയില്ല. പ്രാർത്ഥിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയില്ല. കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ യാത്ര ചെയ്തു. പക്ഷെ മറ്റേ എനിക്ക് വന്നില്ല. അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യണം. ഡോണ്ട് ബി അഫ്രൈഡ് ടു ക്യാൻസൽ. ഞാനൊരിക്കൽ ഒരു പ്രെയർ ഗ്രൂപ്പ് തുടങ്ങി. ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പ് സഹോദരിമാരുടെ 10-12 സഹോദരിമാരെ കിട്ടി. അവരെല്ലാവരും കൂടെ വന്നു കഴിയുമ്പോൾ ഞങ്ങളൊരു 10-ാം കൊട്ട് വെച്ചൊരു പ്രെയർ ഗ്രൂപ്പ് തുടങ്ങി. അന്നേരം ഞാൻ എഴുതി, എൻ്റെ മാസികയ്ക്കകത്ത് എഴുതി, കർത്താവിൻ്റെ 2ാമത്തെ വരവ് വരെ ഇതുണ്ടായിരിക്കും. ഒരു വലിയ ദേവദാസൻ എനിക്കൊരു ഉപദേശം തന്നു, അങ്ങനെ പറയരുത്. കാരണം ഇന്നത്തെ നമ്മുടെ തീരുമാനം ചിലപ്പോൾ നാളെ മാറ്റേണ്ടി വരും. നമ്മൾ മാസിക തുടങ്ങിയത് നിർത്തേണ്ടി വരും. ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങിയത് നിർത്തേണ്ടി വരും. ഒരു ചെയിൻ പ്രെയർ തുടങ്ങിയത് നിർത്തേണ്ടി വരും. അപ്പോൾ ഏതെങ്കിലും ക്യാൻസൽ ചെയ്യാൻ നമ്മൾ ഭയപ്പെടരുത്, കേട്ടോ. ഹല്ലേലൂയ. അടുത്തത്, ബറി ദ പാസ്റ്റ്, മൂവ് ടു ക്രിയേറ്റ് എ ഫ്യൂച്ചർ. പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ അതെല്ലാം കുഴിച്ചിട്ടിട്ട് ഒരു പുതിയ ഫ്യൂച്ചർ, ഭാവി ഉണ്ടാക്കാനായിട്ട് മുൻപോട്ട് പോവുക. ചിലപ്പോൾ ഈ ഒത്തിരി കുറ്റബോധമൊക്കെ ആയിട്ട്, ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, ഇല്ല, അത് ബറിയിറ്റ്. നമ്മൾ വീട്ടിനകത്ത് വേസ്റ്റ് ഉണ്ടല്ലേ, കച്ചടായുണ്ട് അല്ലേ, കടലാസുകളും ബാക്കിയുള്ള, അത് നമ്മൾ എന്തെടുക്കും? അത് നമ്മൾ കുഴിച്ചിടും. അല്ലെങ്കിൽ ഞങ്ങളുടെ സിറ്റിയിലൊക്കെ ആണെങ്കിൽ പെറുക്കിക്കൊണ്ട് പോകാൻ, രാവിലെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ ആളുണ്ട്. എന്നിട്ട് അവരും കൊണ്ടുപോയിട്ട് കുഴിച്ചിടുകയാണ്. സോ ബറി ദ പാസ്റ്റ്, ഡോണ്ട് ക്യാരി ദ ഡെഡ് ആനിമൽസ് ഇൻ യുവർ ലൈഫ്. ഏതെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയതായിരിക്കാം, ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം അതിനി സംഭവിക്കാതെ ഇരിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, സംഭവിക്കാതെ ഇരിക്കുവാൻ. പക്ഷെ അതോർത്ത് നീ പ്രയാസപ്പെട്ട് കുനിഞ്ഞിരിക്കരുത്. റെഡീം ദ പാസ്റ്റ്. ഹല്ലേലൂയ. റെഡീം ദ ടൈം. സമയം എടുക്കണം.
അല്ലേ? ഇംഗ്ലീഷിനകത്ത് ഹിന്ദിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഹേ സോനി വാലോ ജാഗ് അവർ മുർദെ മെസ്സേജ് ജിയോട്ട്, ഉറങ്ങുന്നവനെ ഉണരുക. അതുകൊണ്ട് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കാൻ പാടില്ല. ഇതാ ചിലരുടെ കഥകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് ഞാൻ എടുത്തിരിക്കുന്നത് നെഹമ്യാവിൻ്റെ കഥയാണ്. നെഹമ്യാവിൻ്റെ കഥ എവിടെയാണ്? പഴയ നിയമത്തിനകത്താണ്. എൻ്റെ വേദപുസ്തകത്തിനകത്ത് 525 പേജാണ്. പലരുടെയും വേദപുസ്തകത്തിനകത്ത് പല പേജുകളായിരിക്കും. എങ്കിലും ഇത് ബൈബിൾ സൊസൈറ്റിയുടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. 525 പേജ്, 6-ാം അധ്യായം 10 മുതൽ 11 വരെ, 10, 11, 2 വാക്യങ്ങൾ വായിക്കുവാൻ പോവുകയാണ്. പിന്നെ ഞാൻ മെഹേത്തലേബിൻ്റെ തബേലിൻ്റെ മകനായ ദലയാവിൻ്റെ മകൻ ഷമയ്യാവിൻ്റെ വീട്ടിൽ ചെന്നു. അവൻ കതകടച്ച് അകത്തിരിക്കുകയായിരുന്നു. നാം ഒരുമിച്ച് ദൈവാലയത്തിൽ മന്ദിരത്തിനകത്ത് കടന്ന വാതിലടയ്ക്കുക, നിന്നെ കൊല്ലാൻ വരുന്നുണ്ട്, നിന്നെ കൊല്ലുവാൻ അവർ രാത്രിയിൽ വരും എന്ന് പറഞ്ഞു. അതിന് ഞാൻ, എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെ പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. പേടിപ്പിക്കാൻ പറഞ്ഞ, ഓ നീ ചെയ്യുന്ന പണി നിർത്തിയാട്ടെ, നിന്നെ കൊല്ലാൻ ആളുകൾ വരുന്നുണ്ട്. നമ്മളെയും പലപ്പോഴും നിരാശപ്പെടുത്തുവാൻ പലരും ശ്രമിക്കും. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഭാര്യയായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പാസ്റ്ററായിരിക്കാം, ചിലപ്പോൾ ഒരു പ്രവാചകനായിരിക്കാം. ഇതൊക്കെ സംഭവിക്കാം കേട്ടോ. ഞാൻ പറയുന്നത് പ്രവാചകന്മാർ ചിലപ്പോൾ വീവറീഷായിരിക്കാം. അല്ല, നിങ്ങൾ എൻ്റെ ഒന്നും വെച്ച് പറയുകയാണ്, ഞാനൊരു വലിയ കൺവെൻഷൻ നടത്താൻ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം പട്ടണത്തിനകത്ത്, എൻ്റെ ചിലവ് 11 ലക്ഷം രൂപയാണ്. ഞാൻ എന്താ പറയുക, എൻ്റെ ബ്രദറെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് വേണം. ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ടോ? അല്ലേ? ചിലപ്പോൾ ഞാനും നിങ്ങളെ നിരാശപ്പെടുത്താൻ ശ്രമിച്ചെന്ന് വരും. പക്ഷെ ദൈവമാണ് നിങ്ങളോട് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ഒക്കും. ഈ നെഹമ്യാവിൻ്റെ ജീവചരിത്രം പഠിച്ച ഞാൻ എന്തെങ്കിലും ഒരു പുസ്തകം എഴുതുന്നതായിരിക്കും. ചിലപ്പോൾ എൻ്റെ അടുത്ത പുസ്തകം അതായിരിക്കാം. ഇപ്പോൾ എഴുതുന്നത് കഴിയുമ്പോൾ എൻ്റെ ഒരു ഹീറോയാണ് നെഹമ്യാവ്. നിങ്ങൾക്ക് ദൈവം ഒരു ഭാരം തന്നെങ്കിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാം. നിങ്ങളെ ആരും നിരാശപ്പെടുത്താതെ ഇരിക്കട്ടെ. കാരണം എന്താ, നെഹമ്യാവ് ഞാൻ ഓടിപ്പോകുമോ? ഇല്ല, ശേഷം എന്നെപ്പോലൊരു മനുഷ്യൻ എന്നെപ്പോലൊരു മനുഷ്യൻ. നിങ്ങളും കൂടെ പറയണം, എന്നെപ്പോലൊരു മനുഷ്യൻ. അഹങ്കാരത്തിലല്ല, വിശ്വാസത്തിനകത്ത്. വിശ്വാസത്തിനകത്ത് മാത്രമല്ല, ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട്. എഴുതിയെടുത്തോ, വിശ്വാസത്താലും ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടും. PG വർഗീസ് ആരാണ്? 10-ാം ക്ലാസ് പഠിച്ച പട്ടാളം വർഗീസ്. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഈ ഒറീസയിൽ തന്നെ നിങ്ങൾ യാത്ര ചെയ്തൊരു വലിയ അത്ഭുതമാണ് കേട്ടോ. കൊച്ചു അത്ഭുതമൊന്നുമല്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി 8:30, 9 മണിയാകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. കർത്താവിൻ്റെ കൃപ കൂടെ ഇരുന്നതുകൊണ്ട്. അതുകൊണ്ട് എന്നെപ്പോലുള്ളൊരു മനുഷ്യൻ, നിങ്ങൾ പറയണം, എന്നെപ്പോലുള്ളൊരു മനുഷ്യൻ കേട്ടോ. ചെറിയ വേലക്കാരനായിരിക്കാം, അല്ല വീട്ടമ്മയായിരിക്കാം, എന്നെപ്പോലുള്ളൊരു മനുഷ്യൻ. ഹല്ലേലൂയ. അവന് പറയാൻ കഴിയും, എന്നെ അയച്ചത് ഒരു മിഷനല്ല, എന്നെ വാസ്തവത്തിൽ അയച്ചത് IIT അല്ല. IIT ഉണ്ടായി, ഞാൻ IITയുടെ വർക്കറായിരിക്കുന്നതിനകത്ത് ഞാൻ വളരെ സന്തോഷിക്കുന്നു, അഭിമാനം കൊള്ളുന്നു കേട്ടോ. എനിക്ക് പ്രാഗൽഭ്യമുണ്ട്, ഞാൻ IITയുടെ വർക്കറാണ്. പക്ഷേ എന്നെ അയച്ചിരിക്കുന്നത് IIT അല്ല, എന്നെ അയച്ചിരിക്കുന്നത് ദൈവമാണ്. നിങ്ങളെ അയച്ചിരിക്കുന്നത് മർത്തോമ സഭയല്ല, യാക്കോബ സഭയല്ല, കത്തോലിക്ക സഭയല്ല, പെന്തിക്കോസ് സഭയല്ല, ബ്രദറൻ സഭയുമല്ല. നിങ്ങളെ അയച്ചിരിക്കുന്നത് ദൈവമാണ്. നിങ്ങളെ രക്ഷിച്ചതും ഒരു സഭയല്ല, നിങ്ങളെ രക്ഷിച്ചതും യേശുവാണ്. ഹല്ലേലൂയ. ഞാൻ പറയാൻ വെക്കും, ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് ജോലി ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല, ഞാൻ ഈ ജോലി ഏറ്റെടുത്തതിൻ്റെ ഭാരം കൊണ്ടാണ്. ഈ ഭാരം കൊണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നെങ്കിൽ അത് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കരുത്, ഒരു ഭാരം കൊണ്ടായിരിക്കണം. ട്രാക്ട് കൊടുക്കാൻ പോകുന്നത്, പ്രസംഗിക്കാൻ പോകുന്നത് ഒരു ഭാരം കൊണ്ടായിരിക്കണം. ഇന്നും എനിക്കൊരു മീറ്റിങ്ങിന് ക്ഷണം കിട്ടി. ഞാൻ ഉടനെ അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് പല ജോലികൾ, പുസ്തകം എഴുതണം. പക്ഷേ എങ്കിലും ഞാൻ വിചാരിച്ചു, അങ്ങനെ ഞാൻ പോകത്തില്ല എന്ന് പറയും. എൻ്റെ ഭാരം കൊണ്ട് കുറച്ച് ആളുകളോട് സുവിശേഷം പറയുവാൻ. ഒറീസയിലെ ബാപ്റ്റിസ്റ്റ് സഭയിലെ വാർഷിക കൺവെൻഷന് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരാം, എങ്ങും നോക്കാതെ ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഡേറ്റ് എഴുതിയിട്ടു. ഞാൻ പറയുന്നു, നമ്മളെല്ലാവരും ഭാരം കൊണ്ട് വേല ചെയ്യണം. എൻ്റെ പലരും ചോദിക്കുന്നത്, യേശു ആദ്യകാലത്ത് ഞാൻ സുവിശേഷം, ഇപ്പോഴാരും ചോദിക്കത്തില്ല, ഇറങ്ങിയ കാലത്ത് എൻ്റെ ചോദിച്ചിട്ടുണ്ട്, യേശു വിളിച്ച ശബ്ദം കേട്ടോ? ഇല്ല, ഞാൻ ഇന്ന് വരെ ശബ്ദം കേട്ടില്ല. സത്യം പറയാണ്, ഞാൻ ഇന്ന് വരെ ശബ്ദം കേട്ടിട്ടില്ല. പക്ഷേ എനിക്ക് ആത്മഭാരം ഉണ്ടായിരുന്നു. ആ ഭാരം ദൈവവിളിയാണെങ്കിൽ എനിക്ക് ദൈവവിളിയുണ്ട്, ഇല്ലെങ്കിൽ ദൈവവിളിയില്ല. ഞാൻ നിങ്ങൾക്ക് പറയുന്നു, ഒരു വേലയെപ്പറ്റി, സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ
കസേര നേരെയാക്കി ഇടുവാൻ, ജനലും ബെഞ്ചൊക്കെ തുടച്ചിടുവാൻ, പാസ്റ്റർ വരുമ്പോൾ അല്ലെങ്കിൽ പട്ടക്കാരൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗ് എടുക്കുവാൻ, അല്ലെങ്കിൽ വരുന്നവർക്ക് ചോറ് കൊടുക്കുവാൻ. ഇന്നൊരു കത്തോലിക്കിലെ അച്ഛൻ്റെ സാക്ഷ്യം ഞാൻ കേൾക്കുകയായിരുന്നു. ഞാൻ ഒത്തിരി ഇന്ന് കേട്ടു. അതിനകത്തൊരു അച്ഛൻ പറഞ്ഞു, ആ അച്ഛൻ കൊല്ലത്തുള്ള ഒരു സഭയിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ 5 ദിവസവും 5-6 പേർക്ക് ഒരു വീട്ടുകാരാ ചോറ് കൊടുത്തത്. ഈ അച്ഛന് വലിയ സന്തോഷമായി. 3 ദിവസം കഴിയുമ്പോൾ അച്ഛൻ്റെ അവിടുത്തെ സ്ഥലം പട്ടക്കാരനൊക്കെ പറഞ്ഞു, എനിക്ക് ആ വീട്ടുകാരെ ഒന്ന് സന്ദർശിക്കണം. അവിടെ ചെന്നപ്പോഴാണ് പാവപ്പെട്ടവരെ ചെറ്റപ്പരെ താമസിക്കുന്നതാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങൾ ഒരിക്കൽ ഒരച്ഛന് ഒരു ദിവസത്തെ ചോറ് കൊടുത്തു. അദ്ദേഹം ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് പോയി. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. അതുകൊണ്ട് പിന്നെ അതിനുശേഷം എല്ലാ കൺവെൻഷനിലും എല്ലാ വരുന്ന ദൈവദാസന്മാർക്കും ചോറ് കൊടുക്കുന്നവരാണ്. അത് ബേർഡൻ കൊണ്ടാണ് കേട്ടോ, അനുഗ്രഹം കിട്ടാനായിട്ടല്ല, ബേർഡൻ ഉണ്ട്. നമുക്കൊരു ബേർഡൻ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ കേട്ടോ, പോട്ടെ. ഹല്ലേലൂയ. എന്നെ കട്ടറായി ഇറക്കി വിട്ടു ഒരിക്കൽ. നാട്ടുകാർ കൂടെ തീരുമാനിച്ചാണെന്ന് പിന്നെ എൻ്റെ കളക്ടർ പറഞ്ഞു. നാട്ടുകാരെല്ലാം കൂടെ തീരുമാനിച്ചു, ഇയാളെ അടിക്കുമൊന്നും വേണ്ട, പട്ടാളക്കാരനല്ലായിരുന്നു, ജോലി രാജിവെച്ചിട്ട് വന്നില്ലയോ, അതുകൊണ്ട് അടിക്കണ്ട, ഇയാളെ ഭയപ്പെടുത്തുകയും വേണ്ട, വീട്ടിൽ നിന്ന് അങ്ങ് ഇറക്കി വിട്ടാൽ മതി, പിന്നെ ആരും വീട് കൊടുക്കാതിരുന്നാൽ മതി. അന്നേരം ഇയാൾ തന്നെത്താനങ്ങ് പോകും. ഞാൻ 1 മാസം കറങ്ങി നടന്നു. ഞാൻ പോയില്ല, വേറൊരു സ്ഥലം അന്വേഷിച്ച് പോയില്ല. എനിക്ക് ആ സമയത്ത് ഞാൻ അറിഞ്ഞു, പത്താംകോട്ട് നൂർപൂർ എന്നാണെന്ന് തോന്നുന്നു. നൂർപൂർ അല്ല, വേറൊരു സ്ഥലം. അവിടെ ഒത്തിരി ക്രിസ്ത്യാനികളുണ്ട്. അവിടെ ഒരു പട്ടക്കാരനുമില്ല, ഒരു സുവിശേഷ വേലക്കാരനുമില്ല. ഞാൻ ആ സ്ഥലത്തേക്ക് പോയില്ല. കാരണം എൻ്റെ ആത്മാക്കളെ പറ്റിയുള്ള ഭാരം നെഹമ്യാവ് പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു ഭാരമുണ്ടെങ്കിൽ ആ വേല ചെയ്യണം, കർവാപ്പസിൽ തിരിച്ചു പോകരുത്. രണ്ടാമത്തെ വ്യക്തി ഞാൻ കാണുകയാണ്. ഒരു കാര്യം മാത്രം എടുത്തിരിക്കുകയാണ് കേട്ടോ, ഒരു ഗുണവിശേഷം മാത്രം പറയുകയാണ്. അബ്രഹാമിൻ്റെ കാര്യം നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചാണ്. എൻ്റെ ഹീറോയാണ് അബ്രഹാം. ഏറ്റവും കൂടുതൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത് അബ്രഹാമിനെ പറ്റിയായിരിക്കാം. ഊർ എന്ന് പറഞ്ഞ പട്ടണം വിട്ടു. ഊർ എന്നുള്ള പട്ടണത്തിൻ്റെ അർത്ഥം, പേരിൻ്റെ അർത്ഥം വെളിച്ചം എന്നാണ്. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ലണ്ടൻ എന്നോ പാരീസ് എന്നോ പറയുന്നത് പോലെയാണ്. ഇന്ന് വിദ്യാഭ്യാസം എല്ലായിടത്തും ഉണ്ട്. പണ്ട് കേരളത്തിൽ കോളേജില്ലായിരുന്നു. കോളേജ് പഠിക്കണമായിരുന്നെങ്കിൽ മദ്രാസിൽ പോകണമായിരുന്നു. അതുപോലുള്ള വലിയ പട്ടണം, കോളേജ്, യൂണിവേഴ്സിറ്റി ഉള്ള പട്ടണം, പുരോഗമനമുണ്ടായിരുന്ന പട്ടണം. അത് വിടാൻ പറഞ്ഞപ്പോൾ അവന് പ്രയാസമായിരുന്നെങ്കിലും അവൻ പോയി കേട്ടോ. അപ്പം നമ്മളും ഏതെങ്കിലും ദൈവം പറയുന്നത് അനുസരിക്കാൻ പ്രയാസമാണെങ്കിലും അനുസരിക്കുന്നവരായിരിക്കണം. അവന് വലിയ വാഗ്ദത്തങ്ങളെ കിട്ടി. 12-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. ഹല്ലേലൂയ. അവൻ കൂട്ടം വിട്ടു, വീട് വിട്ടു, സകലതും വിട്ടുവെച്ച് പോയി. അവൻ വിട്ടുവെച്ച് പോയപ്പോൾ എല്ലാം നല്ലതായിരുന്നു? ഇല്ല. നല്ലതായിരുന്നോ? ഇല്ല. അല്ലേ, ഹി വാസ് നോട്ട് വാക്കിംഗ് ഓൺ എ ബെഡ് ഓഫ് റോസസ്. അവൻ റോസാപുഷ്പത്തിൻ്റെ പുറത്തൂടെ അല്ല നടന്നത്, മുള്ളിനകത്തൂടെയാണ്. കേട്ടാട്ടെ, എന്തൊക്കെയാണ് അവൻ ചെയ്തത്? ഇത്രയും വലിയ വില കൊടുത്തിട്ടും അവൻ ചെയ്തെന്താണ്? 12-ാം അധ്യായത്തിനകത്ത് പറയുന്നു, അവിടെ കഠിനമായ ക്ഷാമം ഉണ്ടായി. കൊച്ചു ക്ഷാമമല്ല, കഠിനമായ ക്ഷാമം. അപ്പോൾ ആളുകൾ പറയാം, ദൈവം പറഞ്ഞിട്ടാണെങ്കിൽ എന്താ ഇങ്ങനെ വന്നേ? രണ്ടാമത്തെ കാര്യം, കുടുംബ വഴക്കുണ്ടായി. സാറായും ഹാഗാറും തമ്മിൽ വഴക്ക്, വീട്ടിനകത്ത് വഴക്ക്. ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്നത് കുടുംബ വഴക്കാണ്. അവർ കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരും. മക്കൾ തമ്മിലുള്ള വഴക്ക്, ഭാര്യയും നാത്തൂനും തമ്മിലുള്ള വഴക്ക്, സഭയ്ക്കകത്തുള്ള വഴക്ക്. മൂന്നാമത്തെ കാര്യം, ഇസ്ഹാക്കും ഇസ്മായേലും തമ്മിൽ വഴക്ക്. അവൻ്റെ ഹൃദയം എത്ര നൊന്ത് കാണും. നാലാമത്തെ കാര്യം, അവനും ദൈവം വാഗ്ദത്തം ചെയ്ത മോനെ കിട്ടിയത് ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ്. അഞ്ചാമത്തെ കാര്യം, ലോത്ത് അവനെ ചതിച്ചിട്ട് പോയി. ദൈവത്തിൻ്റെ കൽപ്പന ഇറങ്ങി നാട് വിട്ടവൻ. വേറൊന്ന്, അവൻ്റെ ഭാര്യയെ മിസ്രൈമിലെ രാജാവ് അടിച്ചുകൊണ്ട് പോയി. ഏഴാമത്തെ കാര്യം, ദൈവവും പറയുകയാണ്. ദൈവം കൈവിട്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതൊരു സാഹചര്യങ്ങളായിരുന്നു. പറഞ്ഞു, എൻ്റെ മോനെ ഞാൻ നിനക്ക് തന്നില്ലേ ഒരു മോനെ, അവനെ കൊന്നാട്ടെ. എല്ലാം എതിരായിട്ടും അവൻ ദൈവത്തോട് ചേർന്ന് നടക്കുന്നത് നിർത്തിയില്ല. എൻ്റെ ശബ്ദം കേട്ടോ? ചിലപ്പോൾ സകലതും എതിരായെന്ന് വരും. പ്രതീക്ഷിക്കരുത്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള പ്രതീക്ഷിക്കരുത്. പക്ഷെ വരുമ്പോൾ ഓർത്തോണം, അബ്രഹാം ഈ 7 പ്രതിസന്ധികളിലും തളരാതെ മുമ്പോട്ട് പോയെങ്കിൽ ഞാൻ മുമ്പോട്ട് പോകും. ഞങ്ങൾ കട്ടറായിൽ കഴിഞ്ഞപ്പോൾ ചെന്നത് ഒക്ടോബർ 1-ാം തീയതി. ഒക്ടോബർ 30-ന് ഞാൻ ചെന്നു. ലില്ലി നവംബർ 6-ന് വന്നു മോനെയും കൊണ്ട്. അപ്പോഴത്തേക്ക് തണുപ്പായി, നല്ല തണുപ്പാണ്, 0 ഡിഗ്രി ആവും. അപ്പം 3-4 ദിവസം ഇരിക്കുമ്പോഴൊക്കെയാണ് കുളിക്കുന്നത്. വെയിലുള്ളപ്പോഴേ കുളിക്കത്തുള്ളൂ, അല്ലാത്ത ദിവസം കുളിക്കത്തില്ല. അന്ന് വെള്ളം ചൂടാക്കാനുള്ള പൈസ കയ്യിൽ കാണത്തില്ല, മണ്ണെണ്ണ കാണത്തില്ല.
അന്നേരം ഞങ്ങൾ പാട്ടയ്ക്കകത്ത് വെള്ളം എടുത്തിട്ട്, മണ്ണെണ്ണപ്പാട്ടയില്ലേ, അതിനകത്ത് വെള്ളം എടുത്തിട്ട് വെയിലത്ത് വെക്കും. അപ്പോൾ വെയിൽ കുറച്ച് ആറി വരുന്ന സമയത്ത് 2 മണിയാവുന്ന സമയത്ത് കുളിക്കും. അപ്പോൾ അന്ന് എനിക്കൊരു പട്ടാളത്തിൽ നിന്ന് കിട്ടിയ ഒരു കമ്പിളി ബനിയൻ ഉണ്ടായിരുന്നു. ആ കമ്പിളി ബനിയൻ ഇട്ടുകൊണ്ടാ അത് തണുപ്പ് കഴിഞ്ഞിട്ട് ഊരത്തുള്ളൂ. അകത്ത് കിടക്കുന്ന തുണിയുടെ ബനിയൻ മാറ്റും. പക്ഷേ കമ്പിളി ബനിയൻ മാറ്റത്തില്ല. കമ്പിളിയുടെ കോട്ടും മാറ്റത്തില്ല. കമ്പിളിയുടെ സ്വെറ്ററും മാറ്റത്തില്ല. അതൊക്കെ തണുപ്പ് കഴിഞ്ഞിട്ടേ മാറ്റത്തുള്ളൂ. കാരണം അധികമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഓരോന്നേ ഉള്ളൂ. തണുപ്പ് കഴിഞ്ഞും വെച്ച് ലില്ലി പറഞ്ഞ് ആ കമ്പിളി ഉടുപ്പൊടിഞ്ഞ ബനിയൻ ഉടിഞ്ഞ് നന്നാട്ടെ ഞാൻ കഴുകാം. ഞാനത് ഊരിയപ്പോഴാണ് ലില്ലി എൻ്റെ ശരീരത്തിൽ കണ്ട് ഈ മണിയായിട്ട് ഈ മുത്തുമാല കിടക്കുന്നവരുടെ പാട്. ലില്ലിക്കൊരു സംശയം. ലില്ലി പറഞ്ഞു, അച്ഛാ എൻ്റെ ബനിയനുള്ളൊന്ന് കാണിച്ചാട്ടെ. ആ ബനിയൻ എടുത്തപ്പോൾ ബനിയൻ്റെ ആ തയ്യലുണ്ടല്ലോ, അവിടെ എല്ലാം കൂറപ്പേൻ. ഇന്ന് അധികം പേർക്കും കൂറപ്പേൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവത്തില്ല. അന്നത്തെ കാലത്ത് 50 വർഷത്തിന് മുമ്പ് അറിയാമായിരുന്നു. വൃത്തികെട്ട മനുഷ്യരുടെ ശരീരത്ത് വരുന്ന ഒരു തരം പേനാണ്. 2 തരത്തിലുള്ള പേനുണ്ട്. ഒന്ന് തലയിലെ പേന്, ഒന്ന് ശരീരത്തിനകത്ത് വരുന്ന പേന്. കക്ഷം വടിക്കാത്ത വൃത്തിയില്ലാത്തവരുടെ കക്ഷത്തിനകത്ത് വരെ കുറപ്പൻ കയറും. എവിടെല്ലാം മുടിയുണ്ടോ അവിടെ എല്ലാം കുറപ്പൻ കയറും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ റോഡിലിരുന്ന് ഭിക്ഷയെടുക്കുന്ന പാവപ്പെട്ടവരെ, പിള്ളേരെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ കമ്പിളിയിലിരുന്ന, കമ്പിളിയാണ് ഞങ്ങളുടെ കിടക്ക. അവരുടെ ശരീരത്തിൽ നിന്നും അവർ കുളിക്കത്തില്ല. കാരണം കുളിച്ചാൽ ആളുകൾ ഭിക്ഷ കൊടുക്കത്തില്ല. അവരുടെ ശരീരത്തിൽ നിന്നും കമ്പിളിയെ കുറപ്പൻ കയറി അതെൻ്റെ ശരീരത്തിൽ കയറിയാണ്. ഞാൻ നമുക്ക് തിരിച്ചു പോവാം. ഷേ ഷേ എന്തൊരു വൃത്തിയാണ്. അല്ലെ കൂറപ്പേൻ എന്ന് പറഞ്ഞാൽ വൃത്തികേടിനകത്തുനിന്ന് ഉണ്ടാകുന്ന. തലയിലെ പേൻ അങ്ങനെയല്ല. അത് വൃത്തിയുണ്ടെങ്കിലും കയറും. മറ്റേ കൂറപ്പേൻ വൃത്തിയുള്ളവരുടെ ശരീരത്തിൽ വരുന്നില്ല. പക്ഷേ ഇതെൻ്റെ വൃത്തിയുണ്ടെങ്കിലും എൻ്റെ ഈ ബനിയൻ്റെ അവിടെ കയറി ഇരുന്നിട്ട് ചോര കുടിക്കുന്നതാണ്. എനിക്ക് തിരിച്ചു പോകാൻ ആഗ്രഹം തോന്നി. പക്ഷേ ലില്ലി എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, ഒരു വീട്ടിലെ എല്ലാവർക്കും കൂടെ നിരാശ വരത്തില്ല. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു പ്രത്യാശ കാണും. അത് ചിലപ്പോൾ 3 വയസ്സുള്ള ഒരു കുഞ്ഞായിരിക്കാം, 10 വയസ്സുള്ള ഒരു മകളായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, ആർക്കെങ്കിലും ഒരാണ് അല്ലേ. അപ്പോൾ ആ കൂറപ്പൻ വന്നു കഴിഞ്ഞപ്പോഴും തിരിച്ചു പോകണം. പക്ഷേ ലില്ലി പറഞ്ഞു, വേണ്ട, നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ മനുഷ്യർക്ക് ആരുണ്ട്, വേറെ ആരെങ്കിലും വരുമോ? ഇല്ല. അതുകൊണ്ട് എന്ത് പറ്റി ഞങ്ങൾ തിരിച്ചു പോകാതിരുന്നാൽ ഏപ്രിൽ മാസത്തിനകത്ത് 18 പേര് സ്നാനപ്പെട്ടു. ഒരു വർഷത്തിനകത്ത് തന്നെ 100 പേര് സ്നാനപ്പെട്ടു. ഞങ്ങൾ തിരികെ പോകാതിരുന്നതിനാൽ. മോശയും തിരികെ പോകാതിരുന്നതിനാൽ മോശ സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടു. വിശ്വാസികളുടെ പിതാവെന്നുള്ള പേരുമെടുത്തു. നിങ്ങൾക്കും തിരികെ പോകാൻ ആഗ്രഹം തോന്നിയാലും തിരികെ പോകരുത്. ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എനിക്ക് വാട്സപ്പിനകത്ത് അയയ്ക്കുക. ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാം. അറിയാമെങ്കിൽ. അറിഞ്ഞുകൂടായെങ്കിൽ പഠിച്ചിട്ട് വേറൊരാഴ്ചയിൽ പറയുന്നതായിരിക്കും. എനിക്ക് കണ്ടുപിടിക്കാൻ കൃപ തന്നിട്ടുണ്ട് ദൈവം. 3-ാമത്തെ കാര്യം, ഒരു വ്യക്തി മോശ. മോശ ഒരു വിശ്വാസത്തിൻ്റെ പൈതലാണ്. അമ്മയും അപ്പൻ്റെയും അവനെപ്പറ്റി അവരുടെ അമ്മയും അപ്പനും വിശ്വാസം ഉണ്ടായിരുന്നു. മോശയുടെ വിശ്വാസമല്ല, അമ്മയുടെ അപ്പൻ്റെയും. ഇതൊക്കെ കേട്ടെ, എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ട് രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അമ്മയപ്പന്മാർ ശ്രദ്ധിച്ചാട്ട്, നിങ്ങൾക്കും വിശ്വാസം വേണം. കുഞ്ഞ് ജനിക്കുമ്പോഴേ പണ്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്, വയറിനകത്ത് കൈവച്ച് ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ തന്നെ ഭാര്യയും ഭർത്താവും കൂടെ ആ അമ്മയുടെ വയറിൽ കൈവച്ച് ആ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും. ചില ദിവസം മറന്നുപോയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പ്രാർത്ഥിക്കണം. ഈ കുഞ്ഞെന്തായിത്തീരണം? ഒരു ഡോക്ടറായിത്തീരണം, കുഴപ്പമൊന്നുമില്ല. ഒരു മിഷണറി ഡോക്ടറായിത്തീരണം. എന്തായിത്തീരണം? ഒരു പാസ്റ്ററായിത്തീരണം, ഒരു പട്ടക്കാരനായിത്തീരണം, എന്തോ ആയിത്തീരണം, ഒരു നേഴ്സായിത്തീരണം. ചിലർക്ക് അങ്ങനെ ഡെഡിക്കേഷനുണ്ട്, എനിക്കൊരു നേഴ്സായിത്തീരണം. ഞാനൊരു കൊച്ചിനെ കണ്ടു, എന്തോ ആയിത്തീരണം, മൃഗഡോക്ടറായിത്തീരണം. നല്ല കാര്യമാണ്. അപ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം. അമ്മയും അപ്പൻ്റെയും വിശ്വാസം ആ മോശയുടെ ജനനം മുതൽ ഉണ്ടായിരുന്നു. മോശയുടെ വിശ്വാസം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ തരമെന്നെണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോന്നു. കേട്ടോ, ഇതാണ് വിശ്വാസം. അവൻ വലിയൊരു ഹി വാസ് എ ഗ്രേറ്റ് മാൻ. അദ്ദേഹം ഒരു അസാധാരണ മനുഷ്യനായിരുന്നു.
അബ്രഹാമിനെ പോലെ ഒരാൾ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. മോശയെ പോലെ ഒരാൾ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. പൗലോസിനെ പോലെ ഒരാൾ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടായെന്ന് വരാം. പക്ഷേ ഇതാ മോശ, അസാധാരണമായ മനുഷ്യൻ. ദൈവം പറഞ്ഞപ്പോൾ വടി സമർപ്പിച്ചു. അനുസരണമാണ് അല്ലേ? വടി സമർപ്പിച്ചു. എന്നിട്ട് ഫറവോയുടെ അടുക്കൽ പോയി. അവൻ്റെ വടി എന്ന് പറഞ്ഞാൽ ആട്ടിടേൻ്റെ വടിയാ. പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞ് വടി താഴെയിടാൻ. ദൈവം നമ്മളോട് എന്തെങ്കിലും താഴെയിടാൻ പറഞ്ഞാൽ, നമ്മുടെ ജോലിയാകാം, നമ്മുടെ പണമാകാം, പുരാടത്തിനകത്തെ ഒരു 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 ഭാഗമായിരിക്കാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ദൈവം നിങ്ങളോട് സംസാരിച്ചാൽ, നിങ്ങൾക്കൊരു 45 സെൻറ്റെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ, ഇപ്പോൾ 50 സെൻറ്റ് ഉണ്ടെങ്കിൽ, 49 സെൻറ്റ് ഉണ്ടെങ്കിലും 5 സെൻറ്റ് അല്ലെങ്കിൽ 7 സെൻറ്റ് ഒരു വീടില്ലാത്ത ഒരുത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കണം. എന്നും കൊടുക്കാനൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൊടുക്കണം കേട്ടോ. മരിക്കുന്നതിന് മുമ്പേ കൊടുക്കണം. ഒരിക്കലെങ്കിലും കൊടുക്കണം. അധികാരത്തോടെ പറയുകയാണ്, സ്നേഹത്തിൻ്റെ അധികാരത്തിൽ. അല്ലാതെ പറയാനുള്ള വാക്യമോ ഇതല്ല. ചിലർ വഴി കൊടുക്കാത്തവരുണ്ട്. അപ്പുറത്തുള്ള ഒരാൾ കാറ് വാങ്ങിച്ചു, വഴി കൊടുക്കത്തില്ല, നടന്നു വന്നാൽ മതി, വഴിയിലിട്ടിരിക്കുക വണ്ടി. ശരിയല്ല, വഴി കൊടുക്കണം. വഴി കൊടുക്കാത്തവർക്ക് ശാപം ഉണ്ടെന്ന് എൻ്റെ വേദപുസ്തകം പറയുന്നു. ദൈവം പറഞ്ഞു, യഹോവയായ ദൈവം പറഞ്ഞു, അവർ വഴി നിനക്ക് തന്നില്ല, വിശ്വാസികൾക്ക് വഴി കൊടുത്തില്ല, അതുകൊണ്ട് അവരെ ഓർത്തിരുന്ന് ദൈവം ശപിച്ചു കേട്ടോ. അതുകൊണ്ട് അബദ്ധം പറ്റരുത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും കേട്ടാട്ടെ, നിങ്ങളുടെ അടുത്തുള്ള ഒരാൾക്ക് വഴിയില്ലെങ്കിൽ വഴി കൊടുക്കണം. നിങ്ങൾക്ക് കുറച്ച് നഷ്ടം ഉണ്ടായെന്ന് വരാം. എനിക്കറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ അനിയന് ചേട്ടന് വഴി കൊടുക്കുന്നില്ല. പക്ഷെ എനിക്ക് സങ്കടം തോന്നി. ആ അനിയൻ്റെ വീട്ടിലെ ഭാര്യയൊക്കെ ഒരു ചാലിനകത്തൂടെ വീട്ടിലോട്ട് കയറിപ്പോന്നെ. ക്രിസ്ത്യാനി, ഹല്ലേലൂയ പറയുന്ന മനുഷ്യൻ. ഏത് സഭയാന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. പെന്തക്കോസ്തുകാരല്ല, കത്തോലിക്കരുമല്ല. എനിക്ക് സങ്കടം തോന്നി. ആ സ്ത്രീ എൻ്റെ വേദനയോടെ പറഞ്ഞു, അങ്കിളെ, വെള്ളം വരുമ്പോൾ ചാലിനകത്തൂടെ വെള്ളം വരും, ഞാൻ സാരി പൊക്കി അങ്ങോട്ട് കയറുമ്പോൾ റോഡേക്ക് കൂടെ പോകുന്നവർ നോക്കി ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ വഴി തരുന്നില്ല. ആ ചേട്ടൻ പുരയിടം വിറ്റും വെച്ച് പോയി, ഒരു നായർക്ക് വിറ്റു. ആ നായർ വഴി കൊടുത്തു. ഞാൻ ആ വീട്ടിൽ രണ്ടാമതും പോയി, കാറ് കയറി വരാനുള്ള വഴി കൊടുത്തു. നിങ്ങൾ വഴി കൊടുക്കാതെ ഇരിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. അവൻ വടി ചോദിച്ചപ്പോൾ വടി കൊടുത്തു. നിങ്ങളോട് എന്താ ചോദിക്കുന്നു വെച്ചാൽ ദൈവത്തിന് വേണ്ടി കൊടുക്കണം. എന്നിട്ടോ ഇത് കൊടുത്തോണ്ട് എന്ത് പറ്റി? അയ്യോ, എല്ലാം പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞത് റോസാപ്പൂവിൻ്റെ വഴിയായിരുന്നു, കിടക്കുകയായിരുന്നു. അല്ല, അനേക ചലഞ്ചസ്, വെല്ലുവിളികളുണ്ടായി. ഇതാ കേട്ടാട്ടെ. ഒന്ന്, അവന് രാജ്യം വിട്ടു പോകേണ്ടി വന്നു. ഒരു ഇസ്രായേലിനെ സഹായിക്കാൻ പോയതാണ്, അത് പേരുദോഷമായി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പട്ടാളത്തിലായിരിക്കും സമയത്ത് ഒരു പാവപ്പെട്ട വീട്ടിലൊരു കൊച്ചൻ വന്നു. അവൻ ലേബറായിട്ട് വന്നതാണ്. ഞാൻ പട്ടാളത്തിലെ ക്യാൻറ്റീൻ മാനേജറാണ് സിലിഗുരിയിൽ. എനിക്ക് അവനോട് താല്പര്യം തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, എടാ കുഞ്ഞെ, നീ എന്തെങ്കിലും വേണമെങ്കിൽ പറയണം. പറഞ്ഞു, അങ്കിളെ, എനിക്ക് ഒരു കൊതുകുവല വേണം, കൊതുക് ഒത്തിരിയുണ്ട്. ഞങ്ങൾ പട്ടാളക്കാർക്ക് കൊതുകുവല കിട്ടും, അവന് കിട്ടത്തില്ല, അവൻ സിവിലിയനാണ്. ഞാൻ പറഞ്ഞു, വാങ്ങിച്ചുകൊണ്ട് വാ. അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നു, കൊതുകുവല കിട്ടി. ഒരു ചെറിയ പണിഷ്മെൻറ്റ് കിട്ടി. ആ കൊതുകുവലയ്ക്ക് ഒരു ചെറിയ തകരാറുണ്ടായിരുന്നു. പട്ടാളത്തിലിരിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. ഞാൻ അവൻ്റെയൊക്കെ പറഞ്ഞു, ആഹാ, എൻ്റെ രൂപ അടിക്കാൻ നോക്കുമോ ഇല്ലയോ? ഒരു ദിവസം കയറി വന്നു കഴിഞ്ഞപ്പം എൻ്റെയൊക്കെ പറഞ്ഞു, അങ്കിളെ ദാഹിക്കുന്നല്ലോ. അപ്പോൾ ഞാൻ ക്യാൻറ്റീൻ്റെ ഒരു വശത്ത് ഒരു ഭാഗത്ത് തിരിച്ചട്ടി ഞാൻ അവിടെ താമസിക്കുന്നത്. എൻ്റെ കട്ടിലൊക്കെ ഉണ്ട്. അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് കലത്തിനകത്ത്. ഞാൻ പറഞ്ഞു, അവിടെ കലത്തിനകത്ത് വെള്ളമുണ്ട്. തന്നെ അതിനിപ്പുറത്ത് ഒരു ചെറിയൊരു തടി കൊണ്ടുള്ള ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിക്കകത്ത് ഓറഞ്ച് സ്ക്വാഷ് ഇരിപ്പുണ്ട് കേട്ടോ. അത് ഇച്ചിരി എടുത്ത് കുടിച്ചു. ഞാൻ പറഞ്ഞിടാ, കുറച്ച് ഓറഞ്ച് സ്ക്വാഷ് എടുക്കണം, ബാക്കി വെള്ളം ഒഴിക്കണം കേട്ടോ. അവൻ എന്നെ ചീത്ത പറഞ്ഞു. ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞാൽ, ആഹാ, വലിയ ആൾ കളിക്കുക ഇല്ലയോ, അങ്ങനെ തെറിയല്ല. ആഹാ, എനിക്ക് അറിഞ്ഞൂടാന്നാന്ന വിചാരം. അവൻ മുഴുവൻ ഓറഞ്ച് സ്ക്വാഷ് എടുത്ത് കുടിച്ചു. ഓറഞ്ച് സ്ക്വാഷ് എടുക്കുന്നവർക്കേ അറിയത്തുള്ളില്ലേ, രസന പോലെ. ഇതൊക്കെ നമുക്കുണ്ടായെന്ന് വരും. ആരെങ്കിലും സഹായിക്കാൻ പോയാലും നമുക്ക് തിരിച്ചടി കിട്ടിയെന്ന് വരും. അത് അവനുണ്ടായി. ഇതാ രണ്ടാമത്. ഇവിടെ സുഖകരമായ കുടുംബജീവിതമാണ് അവന് ചെന്നിടത്ത്. ദൈവം എന്ന പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന് 10-ാമത്തെ വാക്യം, ഞാൻ നിന്നെ അയക്കാം എവിടത്തോട്ട്? മിസ്രയീമിലേക്ക്. എടാ, അവിടുത്തെ രാജാവ് കൊല്ലാനിടുക. എന്നാൽ പിന്നെ അങ്ങ് അമേരിക്കയ്ക്ക് അയച്ചാൽ പോരായോ? ദൈവം അയക്കുന്നിടത്ത് പോകണം. അത് കാശ്മീരിലേക്കാകാം, ബീഹാറിലേക്കാകാം, രാജസ്ഥാനിലേക്കാകാം, എവിടെയാണോ അയക്കുന്നത് അവിടേക്ക് പോകണം. ഹല്ലേലൂയ. അവൻ 4 ഒഴിവുകൾ പറഞ്ഞു, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. 11-ാമത്തെ വാക്യം, ഞാൻ നിസ്സാരനല്ലോ. 3:11 എക്സോഡസ്.
അല്ലേ? ഞാൻ നിസ്സാരനല്ലോ, അല്ലേ? അല്ലേ? എടാ, നിന്റെ യോഗ്യത കൊണ്ടല്ല നിന്നെ അയക്കുന്നേ, അയക്കുന്നവൻ്റെ യോഗ്യത കൊണ്ട്. ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല ജോലിയായിരുന്നു. കാൻറ്റീൻ മാനേജറായിട്ട്, അല്ലെങ്കിൽ കമാൻഡിങ് ഓഫീസറുടെ PA ആയിട്ട്, അല്ലെങ്കിൽ അത് ഹെഡ് ക്ലർക്കായിട്ട് ഒക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഞാൻ അധികാരവുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിയുമ്പോൾ എനിക്ക് മാന്യത കിട്ടുമായിരുന്നു. എനിക്ക് 2 വരയോ 3 വരയോ കാണത്തുള്ളൂ. ഞാൻ ഹെഡ് ക്ലർക്കായിരിക്കുന്ന സമയത്ത് എനിക്ക് 2 വരയേ ഉള്ളൂ. 2 വരയേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഇരിക്കുന്നത് ഒരു സ്റ്റാറുള്ള ഒരു ജേഴ്സിയോ ആയിരിക്കും. അതേ സ്ഥാനത്താണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ ഹെഡ് ക്ലർക്കായത് എന്തുകൊണ്ടാണ്? എന്നെ ആക്കി വെച്ച ആളിൻ്റെ കാര്യം കൊണ്ടാണ്. അപ്പോൾ നിന്നെ യേശുവാണ് വിളിക്കുന്നെങ്കിൽ നിനക്ക് പോകാം, ധൈര്യത്തോടെ പോകാം. ഹല്ലേലൂയ. അതാണ് ദൈവം നിന്നെ കാണുന്ന യോഗ്യത. നിനക്ക് യോഗ്യത ഇല്ലെന്നുള്ളതാണ് ദൈവം കാണുന്ന യോഗ്യത, കേട്ടോ. എനിക്ക് യോഗ്യതയുണ്ടെന്ന് തോന്നിയാൽ പോക്കാണ്. എനിക്ക് യോഗ്യതയില്ലെന്നുള്ളതായിരിക്കട്ടെ നിന്റെ യോഗ്യത. 2, ദൈവം അവൻ പറയാണ്, നിനക്ക് പേരില്ല. 13ാമത്തെ വാക്യം. ഹല്ലേലൂയ. നിനക്ക് ദൈവത്തിൻ്റെ പേരും കൊണ്ടല്ല നീ പോകുന്നത്, അവൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. യു ആർ നോട്ട് ഗോയിങ് വിത്ത് ഹിസ് നെയിം. പേരിന് അർത്ഥമുണ്ട്, എനിക്കറിയാം. പക്ഷേ യു ആർ ഗോയിങ് വിത്ത് ഹിസ് പ്രസൻസ്. അവൻ്റെ സാന്നിധ്യമായിട്ട് പോകാമെങ്കിൽ നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കും, മറ്റാരും തുറക്കാത്തിടത്ത് തുറക്കും. ഹല്ലേലൂയ. 3ാമത്തെ കാര്യം, ഇസ്രായേലിയർ എന്നെ വിശ്വസിക്കയില്ല. വിശ്വസിക്കത്തില്ലയോ? നിന്റെ കയ്യിൽ എന്തുണ്ട്? അത് മതി. ഒരു വടി, അത് മതി. ജീവനില്ലാത്ത ഒരു വടി, അത് മതി. ഹല്ലേലൂയ. കാരണം ഞാനാണ് ജീവൻ കൊടുക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ദൈവം നിന്നോട് കൂടെ ഉണ്ടാകും. അവൻ അനുസരിച്ചപ്പോൾ എന്താ പറ്റി? വടി താഴെ ഇട്ടു. അന്നേരം എന്താ പറ്റി? അതൊരു പാമ്പായി. 3ാമത്തെ വാക്യം, അതിൻ്റെ 3ാമത്തെ ഭാഗം. അതൊരു പാമ്പായി. അവൻ എന്തിനാ ഓടിയെ? പാമ്പ് അവനെ കൊല്ലാൻ ചെന്നതാണ്. അവനെ കൊത്താൻ പോയത്. തിരിച്ച് അങ്ങോട്ടാ പോയെങ്കിൽ അവൻ ഓടേണ്ട കാര്യമൊന്നുമില്ല. പലതും നിനക്ക് അനുകൂലമല്ല എങ്കിലും നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. 3ാമതൊരു കാര്യം പറയുകയാണ്. ഞാൻ സംസാരിക്കാൻ വലിയ മിടുക്കനൊന്നുമല്ല. എൻ്റെ നാവ് തടിച്ചതാണ്, കേട്ടോ. പതുക്കെയാണ് സംസാരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്, കേട്ടോ. 3ാമത്തെ അതിൻ്റെ വാക്യത്തിൽ ഐ എം നോട്ട്, 4ാമത്തെ അധ്യായത്തിൻ്റെ 10ാമത്തെ വാക്യം. ഐ എം നോട്ട് എലക്വൻ്റ്. അവൻ്റെ നാക്ക് തടിച്ചായിരുന്നു. ഞാൻ വലിയ ആത്മീയമല്ല, ശബ്ദാത്മീയമല്ലാതെ അല്ല, കേട്ടോ. നീ പറയുന്ന വാക്കിനകത്തെ ഗ്രാമറോ അല്ലെങ്കിൽ വാക്കുകളുടെ സൗന്ദര്യമോ ഒന്നുമല്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു പറയുമ്പോൾ വിലയുണ്ടാവും. പക്ഷേ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. അവൻ ദൈവത്തെ അനുസരിച്ച് മുമ്പോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ 4ാം അധ്യായത്തിൻ്റെ അപ്പോസ്തലപ്രവൃത്തി 4ാം അധ്യായത്തിൻ്റെ 10ാമത്തെ വാക്യം, അവൻ വാഗ്മിയായി തീർന്നു. നീ ദൈവത്തിൻ്റെ വേല ചെയ്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് നിനക്കില്ലാത്തതായിട്ടുള്ള കഴിവുകളൊക്കെ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിനക്ക് തരും, കേട്ടോ. ഹല്ലേലൂയ. 4ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അവൻ പറഞ്ഞു, എനിക്ക് വയ്യ, വേറൊരാളിനെ അയക്കണം. 13ാമത്തെ വാക്യം. 14ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ദൈവം ആ സമയത്ത് കോപിച്ചു. 1ാമത്തെ എക്സ്ക്യൂസ് പറഞ്ഞപ്പോൾ ദൈവം കോപിച്ചില്ല. 2ാമത്തേത് പറഞ്ഞപ്പോൾ ദൈവം കോപിച്ചില്ല. 3ാമത്തേത് പറഞ്ഞപ്പോൾ ദൈവം കോപിച്ചില്ല. 4ാമത്തേത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം കോപിച്ചു. എന്താ കാര്യം? നിനക്ക് പോകാൻ വയ്യ, വേറൊരാളുടെ മതി. ഞാൻ പറയുന്നത് കേട്ടാ, ദൈവം നിന്നെ എവിടെയെങ്കിലും അയച്ചാൽ എന്നെ കൊണ്ടൊക്കത്തില്ല, വേറൊരാളിനെ അയക്കണമെന്ന് പറയരുത്, കേട്ടോ. മോശയ്ക്ക് കിട്ടിൻ്റെ അനുഗ്രഹം വേറൊരാൾക്ക് കിട്ടി, അഹരോന് കിട്ടി. തലമുറകളായിട്ട് അഹരോന്റെ കുടുംബമാണ് പുരോഹിതന്മാരായത്. എന്താ കാര്യം? മോശ വിട്ടുകൊടുത്തതാണ്. ദൈവം നിനക്ക് തരുന്ന അനുഗ്രഹം വേറൊരാൾക്ക് കൊടുക്കരുത്, വേറൊരാൾക്ക് കൊടുക്കരുത്. ഹല്ലേലൂയ. മോശയ്ക്ക് ശേഷം നിത്യപുരോഹിതൻ. മോശയുടെ വംശം തീർന്നു, മറ്റൊരുത്തൻ കൊണ്ടുപോയി. എനിക്കും നിനക്കും ഇത് സംഭവിക്കരുത്. ഹല്ലേലൂയ. എനിക്കും നിനക്കും. ഹല്ലേലൂയ. മോശയുടെ പേര് സുവർണ്ണ ലിപികളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവൻ്റെ ഭാര്യയോ, അവളിടയ്ക്ക് വീട്ടിൽ പോയതാണ്. എന്നെ കൊണ്ട് ഈ മരുഭൂമി കൂടെ നടക്കാൻ വയ്യ, ഞാൻ എൻ്റെ മക്കളുമായിട്ട് വീട്ടിൽ പോവാം. ചില സ്ത്രീകൾ അങ്ങനെ പറയും. നമ്മൾ കോളേജ് പ്രൊഫസർമാരല്ലേ, നമ്മളെന്തിനാ സുവിശേഷ വേലയ്ക്ക് പോകുന്നത്? നമ്മൾ ഇവിടുന്നോണ്ട് സഹായിച്ചാൽ പോരായോ? സഹോദരിയുടെ ശബ്ദം കേട്ടാട്ടെ. നിന്റെ ഭർത്താവ് മുമ്പോട്ട് പോയാൽ പുറകോട്ട് പിടിച്ച് നിർത്തരുത്, കേട്ടോ. നിന്റെ മകൻ മുമ്പോട്ട് പോയാൽ പുറകോട്ട് പിടിച്ച് നിർത്തരുത്, കേട്ടോ. പുറകോട്ട് പിടിച്ച് നിർത്തരുത്. ഹല്ലേലൂയ. മോശയുടെ ഭാര്യയ്ക്ക് പറ്റിയ അബദ്ധം നിനക്ക് പറ്റരുത്. ഭർത്താവിനോടൊപ്പം പോകണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിന്നോട് കൂടെ ഇരിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കട്ടെ. ആര് പറയും ഞാൻ നെഹമ്യാവിനെ പോലെ ആയിരിക്കും? ആര് പറയും ഞാൻ മോശയെ പോലെ ആയിരിക്കും? ആര് പറയും ഞാൻ അബ്രഹാമിനെ പോലെ ആയിരിക്കും? ഹല്ലേലൂയ. ആര് പറയും ഞാൻ ഒരിക്കലും മടങ്ങിപ്പോകത്തില്ല, മുമ്പോട്ട് തന്നെ പോകും? എൻ്റെ കർത്താവിന് വേണ്ടി ജീവൻ വയ്ക്കേണ്ടി വന്നാലും ഞാൻ വയ്ക്കും.